പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 50 ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. SCERT അടിസ്ഥാന ശാസ്ത്രത്തിൽ നിന്ന് എടുത്തിട്ടുള്ള 50 ചോദ്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. LDC LGS എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുന്നത് നിങ്ങളുടെ എക്സാമിന് തീർച്ചയായിട്ടും ഉപകരിക്കും. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, വലിയ പ്രതിബിംബത്തിനെ ഉണ്ടാക്കുവാനുള്ള കഴിവ് ഏതുതരം ദർപ്പണത്തിനാണ് ഉള്ളത്? വലിയ പ്രതിബിംബത്തിനെ ഉണ്ടാക്കുവാനുള്ള കഴിവ് ഏതുതരം ദർപ്പണത്തിനാണ് ഉള്ളത്? ഉത്തരം കോൺകേവ് ദർപ്പണം. അടുത്ത ചോദ്യം, DNA ഫിംഗർ പ്രിന്റിന്റെ പിതാവ് ആരാണ്? DNA ഫിംഗർ പ്രിന്റിങ്ങിന്റെ പിതാവ് ആരാണ്? ഉത്തരം അലക്സ് ജെഫ്രി. അടുത്ത ചോദ്യം, ദർപ്പണത്തിൽ തട്ടി തിരിച്ചു പോകുന്ന രശ്മിയെ എന്താണ് വിളിക്കുന്നത്? ദർപ്പണത്തിൽ തട്ടി തിരിച്ചു പോകുന്ന രശ്മിയെ എന്താണ് വിളിക്കുന്നത്? ഉത്തരം പ്രതിപതന കിരണം. അടുത്ത ചോദ്യം, ഏത് വസ്തുവിൽ പ്രകാശം തട്ടുമ്പോഴാണ് ക്രമപ്രതിപതനം ഉണ്ടാവാത്തത്? ഏത് വസ്തുവിൽ പ്രകാശം തട്ടുമ്പോഴാണ് ക്രമപ്രതിപതനം ഉണ്ടാവാത്തത്? ഉത്തരം മിനുസമില്ലാത്ത പ്രതലത്തിൽ. മിനുസമില്ലാത്ത പ്രതലത്തിൽ വിസരിത പ്രതിപതനമാണ് നടക്കുന്നത്. മിനുസമുള്ള പ്രതലങ്ങളിലാണ് ക്രമപ്രതിപതനം ഉണ്ടാകുന്നത്. അടുത്ത ചോദ്യം, ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനത്തെ എന്തു വിളിക്കുന്നു? ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനത്തെ എന്ത് വിളിക്കുന്നു? ഉത്തരം ടിഷ്യൂ കൾച്ചർ. അടുത്ത ചോദ്യം, കെരാറ്റിൻ എന്ന പ്രോട്ടീൻ ത്വക്കിൻ്റെ ഏത് ഭാഗത്താണ് കാണപ്പെടുന്നത്? കെരാറ്റിൻ എന്ന പ്രോട്ടീൻ ത്വക്കിൻ്റെ ഏത് ഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്? ഉത്തരം എപ്പിഡെർമിസ്. അടുത്ത ചോദ്യം, ഏത് പ്രസിദ്ധ പക്ഷി നിരീക്ഷകന്റെ ജന്മദിനമാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത്? ഏത് പ്രസിദ്ധ പക്ഷി നിരീക്ഷകന്റെ ജന്മദിനമാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ഡോക്ടർ സലീം അലി. അടുത്ത ചോദ്യം, ത്വക്കിനെ എണ്ണമയമുള്ളതും വെള്ളം പറ്റിപ്പിടിക്കാത്തതുമാക്കുന്ന ഭാഗം ഏതാണ്? ത്വക്കിനെ എണ്ണമയമുള്ളതും വെള്ളം പറ്റിപ്പിടിക്കാത്തതുമാക്കുന്ന ഭാഗം ഏത്? ഉത്തരം സെബേഷ്യസ് ഗ്രന്ഥി. അടുത്ത ചോദ്യം, അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാൻ കഴിവുള്ള ബാക്ടീരിയ ഏതാണ്? അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാൻ കഴിവുള്ള ബാക്ടീരിയ ഏതാണ്? ഉത്തരം റൈസോബിയം. അടുത്ത ചോദ്യം, ജൈവഘടികാരം എന്നറിയപ്പെടുന്ന മനുഷ്യ ശരീരത്തിലെ ഗ്രന്ഥി ഏതാണ്? ജൈവഘടികാരം എന്നറിയപ്പെടുന്ന മനുഷ്യ ശരീരത്തിലെ ഗ്രന്ഥി ഏതാണ്? ഉത്തരം പീനിയൽ ഗ്രന്ഥി. അടുത്ത ചോദ്യം, ജൈവവളത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ചുവടെ നൽകിയവയിൽ ജൈവവളത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം വേപ്പിൻ പിണ്ണാക്ക്. അടുത്ത ചോദ്യം, പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന കണ്ണിലെ പാളി ഏതാണ്? പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന കണ്ണിലെ പാളി ഏതാണ്? ഉത്തരം ദൃഷ്ടിപടലം. അടുത്ത ചോദ്യം, വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന രീതിയെ എന്ത് വിളിക്കുന്നു? വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന രീതിയെ എന്ത് വിളിക്കുന്നു? ഉത്തരം ലൈംഗിക പ്രത്യുൽപാദനം. അടുത്ത ചോദ്യം, കോഴിയുടെ അടയിരിപ്പ് കാലം എത്ര? കോഴിയുടെ അടയിരിപ്പ് കാലം എത്ര? ഉത്തരം 21 ദിവസം. അടുത്ത ചോദ്യം, ഏത് ലോഹത്തിലാണ് പ്രകാശം ഏറ്റവും അധികം പ്രതിപദിക്കുന്നത്? ഏത് ലോഹത്തിലാണ് പ്രകാശം ഏറ്റവും അധികം പ്രതിപദിക്കുന്നത്? ഉത്തരം വെള്ളി. അടുത്ത ചോദ്യം, കന്നുകാലികളിലെ ആന്ത്രാക്സ് രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏതാണ്? കന്നുകാലികളിലെ ആന്ത്രാക്സ് രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏതാണ്? ഉത്തരം ബാക്ടീരിയ. അടുത്ത ചോദ്യം, നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഉത്തരം അമിത രക്തസമ്മർദ്ദം. അടുത്ത ചോദ്യം, പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതിനെ എന്തു പറയുന്നു? പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതിനെ എന്തു പറയുന്നു? ഉത്തരം പ്രതിപതനം. അടുത്ത ചോദ്യം, ഉജ്ജ്വല ഏത് കാർഷിക വിളയുടെ വിത്തിനമാണ്? ഉജ്ജ്വല ഏത് കാർഷിക വിളയുടെ വിത്തിനമാണ്? ഉത്തരം പച്ചമുളക്. അടുത്ത ചോദ്യം, കാലിഡോസ്കോപ്പ് നിർമ്മിക്കുന്നത് ഏതുതരം ദർപ്പണം ഉപയോഗിച്ചിട്ടാണ്? കാലിഡോസ്കോപ്പ് നിർമ്മിക്കുന്നത് ഏതുതരം ദർപ്പണം ഉപയോഗിച്ചിട്ടാണ്? ഉത്തരം സമതല ദർപ്പണം. അടുത്ത ചോദ്യം, ഹരിത ഏത് വിളയുടെ വിത്തിനമാണ്? ഹരിത ഏത് വിളയുടെ വിത്തിനമാണ്? ഉത്തരം വഴുതന. അടുത്ത ചോദ്യം, രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്?
രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഉത്തരം ഫൈബ്രിനോജിൻ. അടുത്ത ചോദ്യം, പ്രകാശത്തെ ക്രമമായി പ്രതിപദിപ്പിക്കുന്ന പ്രതലങ്ങളെ എന്തു വിളിക്കുന്നു? പ്രകാശത്തെ ക്രമമായി പ്രതിപദിപ്പിക്കുന്ന പ്രതലങ്ങളെ എന്തു വിളിക്കുന്നു? ഉത്തരം ദർപ്പണങ്ങൾ. അടുത്ത ചോദ്യം, ഒരു കൃഷിക്ക് ശേഷം അതേ രീതി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്ന രീതി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്ന രീതി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരമായിട്ട് വരുന്നത് വിള പര്യായം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന 4 വിളകൾ ഏതെല്ലാം? ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട 4 വിളകൾ ഏതെല്ലാം? ഉത്തരം പരുത്തിയും ചണവും. അടുത്ത ചോദ്യം, ഇവയിൽ ഏത് വസ്തുവാണ് ക്രമപ്രതിപതനം നടത്താത്തത്? ഇവയിൽ ഏത് വസ്തുവാണ് ക്രമപ്രതിപതനം നടത്താത്തത്? ഉത്തരം മരക്കഷ്ണം. അടുത്ത ചോദ്യം, വാഹനമോടിക്കുമ്പോൾ പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണുവാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? വാഹനമോടിക്കുമ്പോൾ പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണുവാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? ഉത്തരം കോൺവെക്സ് ദർപ്പണം. അടുത്ത ചോദ്യം, ഒരു കുരുവിയുടെ പതനം എന്നത് ആരുടെ ആത്മകഥയാണ്? ഒരു കുരുവിയുടെ പതനം എന്നത് ആരുടെ ആത്മകഥയാണ്? ഉത്തരം സലീം അലി. അടുത്ത ചോദ്യം, ത്വക്കിന് നിറം നൽകുന്ന വസ്തു ഏതാണ്? ത്വക്കിന് നിറം നൽകുന്ന വസ്തു ഏതാണ്? ഉത്തരം മെലാനിൻ. അടുത്ത ചോദ്യം, പ്രതിപദിപ്പിക്കുന്ന പ്രതലം ഉള്ളിലേക്ക് വളഞ്ഞത് ഏതുതരം ദർപ്പണത്തിനാണ്? പ്രതിപദിപ്പിക്കുന്ന പ്രതലം ഉള്ളിലേക്ക് വളഞ്ഞത് ഏതുതരം ദർപ്പണത്തിനാണ്? ഉത്തരം കോൺകേവ് ദർപ്പണം. അടുത്ത ചോദ്യം, രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ശ്വേതരക്താണു ഏതാണ്? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ശ്വേതരക്താണു ഏതാണ്? ഉത്തരം മോണോസൈറ്റ്. അടുത്ത ചോദ്യം, ഇവയിലേത് പക്ഷിയുടെ അടയിരിപ്പ് കാലമാണ് ഏറ്റവും കൂടുതൽ? ഇവയിലേത് പക്ഷിയുടെ അടയിരിപ്പ് കാലമാണ് ഏറ്റവും കൂടുതൽ? ഉത്തരം ഒട്ടകപ്പക്ഷി. അടുത്ത ചോദ്യം, ഇവയിലേതാണ് നെല്ലിൻ്റെ വിത്തിനത്തിൽ പെടാത്തത്? ഇവയിലേതാണ് നെല്ലിൻ്റെ വിത്തിനത്തിൽ പെടാത്തത്? ഉത്തരം ഹരിത. അടുത്ത ചോദ്യം, ഇവയിലേത് പക്ഷിയുടെ അടയിരിപ്പ് കാലമാണ് ഏറ്റവും കുറവ്? ഇവയിലേത് പക്ഷിയുടെ അടയിരിപ്പ് കാലമാണ് ഏറ്റവും കുറവ്? ഉത്തരം പ്രാവ്, 14 ദിവസമാണ്. അടുത്ത ചോദ്യം, മനുഷ്യരിലെ ലിംഗനിർണയ ക്രോമസോമുകളുടെ എണ്ണം എത്ര? മനുഷ്യരിലെ ലിംഗനിർണയ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 2 ആണ്. അടുത്ത ചോദ്യം, കായിക പ്രജനന രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കായിക പ്രജനന രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ടിഷ്യൂ കൾച്ചർ. അടുത്ത ചോദ്യം, ആംബുലൻസിൽ പേര് തിരിച്ചെഴുതി വച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ആംബുലൻസിൽ പേര് തിരിച്ചെഴുതി വച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഉത്തരം പാർശ്വിക വിപര്യം. അടുത്ത ചോദ്യം, ഇൻസുലിൻ കൊണ്ട് ചികിത്സിച്ച് മാറ്റാവുന്ന രോഗം ഏതാണ്? ഇൻസുലിൻ കൊണ്ട് ചികിത്സിച്ച് മാറ്റാവുന്ന രോഗം ഏതാണ്? ഉത്തരം പ്രമേഹം. അടുത്ത ചോദ്യം, ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നാണ്? ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നാണ്? ഉത്തരം നവംബർ 12. അടുത്ത ചോദ്യം, കണ്ണിൻ്റെ പ്രവർത്തനത്തെ സഹായിക്കുന്ന ജീവകം ഏതാണ്? കണ്ണിൻ്റെ പ്രവർത്തനത്തെ സഹായിക്കുന്ന ജീവകം ഏതാണ്? ഉത്തരം ജീവകം എ. അടുത്ത ചോദ്യം, മൊസൈക്ക് രോഗത്തിൻ്റെ രോഗകാരി ഏതാണ്? മൊസൈക്ക് രോഗത്തിൻ്റെ രോഗകാരി ഏതാണ്? ഉത്തരം വൈറസ് ആണ്. അടുത്ത ചോദ്യം, അധിക ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കുന്ന ഹോർമോൺ ഏതാണ്? അധിക ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കുന്ന ഹോർമോൺ ഏതാണ്? ഉത്തരം ഇൻസുലിൻ ആണ്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ്? മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 46. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിൽ സെബേഷ്യസ് ഗ്രന്ഥികൾ കാണപ്പെടുന്നത് എവിടെയാണ്? മനുഷ്യ ശരീരത്തിൽ സെബേഷ്യസ് ഗ്രന്ഥികൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം ത്വക്ക്. അടുത്ത ചോദ്യം, യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഏതാണ്? യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം തൈമസ് ഗ്രന്ഥി. അടുത്ത ചോദ്യം, ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമായ ജീനിൻ്റെ സ്ഥാനം DNA-യിൽ എവിടെയാണെന്ന് കൃത്യമായി കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമായിട്ടുള്ള ജീനിൻ്റെ സ്ഥാനം DNA-യിൽ എവിടെയാണെന്ന് കൃത്യമായി കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ജീൻ മാപ്പിംഗ്. അടുത്ത ചോദ്യം, ഷേവിംഗ് മിററായി ഉപയോഗിക്കുന്നത് ഏത് ദർപ്പണമാണ്? ഷേവിംഗ് മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? ഉത്തരം കോൺകേവ് ദർപ്പണമാണ്.
അടുത്ത ചോദ്യം, ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനാക്കി സംഭരിക്കുന്നത് ഏത് അവയവത്തിലാണ്? ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനാക്കി സംഭരിക്കുന്നത് ഏത് അവയവത്തിലാണ്? ഉത്തരം കരൾ. അടുത്ത ചോദ്യം, അധിക ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കുന്ന ഹോർമോൺ ഏതാണ്? അധിക ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന ഹോർമോൺ ഏതാണ്? ഉത്തരം ഇൻസുലിൻ. അടുത്ത ചോദ്യം, ഭക്ഷണത്തിലെ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്ന എൻസൈം ഏതാണ്? ഭക്ഷണത്തിലെ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്ന എൻസൈം ഏതാണ്? ഉത്തരം ലൈസോസൈം. 50 ചോദ്യങ്ങളായിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രമാത്രം മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു മോക്ക് ടെസ്റ്റുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.